നമസ്കാരം. ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നു ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്നത് കൊല്ലം വിഷാരിക്കാവ് എന്ന ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചാണ്. ഈ ഭദ്രകാളി ക്ഷേത്രം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ബ്രിട്ടീഷ് മലബാറിൽ കുറുമ്പ്രനാട്ട് താലൂക്കിൽ ചേർന്ന വിയ്യൂരംശം മണ്ണമംഗലം ദേശത്ത് പന്തലായിനി തീവണ്ടി സ്റ്റേഷന് 1.5 നാഴിക വടക്കു പടിഞ്ഞാറാണ്. ഈ ക്ഷേത്രം പണ്ട് തിരുവിതാംകൂറിൽ കൊല്ലത്തായിരുന്നു. അവിടെയിരുന്ന ഈ ക്ഷേത്രം വിയ്യൂരംശത്ത് മണ്ണമംഗലം ദേശത്ത് വന്നതെങ്ങനെയാണ് എന്നാണ് എൻ്റെ കഥാപ്രേമികളോട് ഞാൻ പറയാൻ പോകുന്നത്. പണ്ട് വൈശ്യജാതിക്കാരായ ഏതാനും കുടുംബക്കാര് പരദേശത്ത് നിന്ന് കൊല്ലത്ത് വന്ന് താമസിച്ചിരുന്നു. അവരുടെ പ്രധാന തൊഴിലുകൾ പട്ടുനെയ്ത്തും സ്വർണ്ണ വ്യാപാരവുമായിരുന്നു. അതുകൊണ്ട് അവർ കാലക്രമേണ വലിയ ധനവാന്മാരായി തീർന്നു. അങ്ങനെയിരുന്ന കാലത്ത് അവരിൽ ഒരാള് ശ്രീപോർക്കലിയിൽ പോയി ഭഗവതിയെ സേവിച്ച് അങ്ങോട്ട് താമസിച്ചു. അതിനിഷ്ഠയോടുകൂടിയുള്ള ആ സേവ കൊണ്ട് ഭഗവതി അയാളെക്കുറിച്ച് ഏറ്റവും സന്തുഷ്ടയായി ഭവിക്കുകയാൽ ഒരു ദിവസം രാത്രിയിൽ അയാൾ ഉറങ്ങിക്കിടന്നിരുന്ന സമയത്ത് ആരോ അയാളുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നിന്റെ ഭക്തിവിശ്വാസാദികൾ കൊണ്ട് ഞാൻ ഏറ്റവും പ്രസാദിച്ചിരിക്കുന്നു. ഇനി ഇപ്രകാരം കഠിനമായ തപസ് ചെയ്ത് നീ കഷ്ടപ്പെടണമെന്നില്ല. നിന്റെ തലക്കലിരിക്കുന്ന നാന്തകം വാളെടുത്തുകൊണ്ട് നിനക്ക് സ്വദേശത്തേക്ക് പോകാം. എൻ്റെ ഈ ആയുധം വച്ച് പതിവായി എന്നെ പൂജിച്ചു കൊണ്ടിരുന്നാൽ നീ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ സാധിപ്പിച്ചു തന്നോളാം. നീ വിചാരിക്കുന്ന സ്ഥലത്ത് ഞാനുണ്ടെന്ന് ദൃഢമായി അങ്ങോട്ട് വിശ്വസിച്ചു കൊള്ളുക എന്ന് പറഞ്ഞതായി അയാൾക്ക് തോന്നി. അയാൾ പെട്ടെന്ന് കണ്ണ് തുറന്നു നോക്കിയ സമയം ദുർനിരീക്ഷ്യമായ ഒരു തേജസ്സു മാത്രം കാണുകയും ഉടനെ തന്നെ അത് മറഞ്ഞു പോവുകയും ചെയ്തു. അത് ദേവി തൻ്റെ അടുക്കൽ എഴുന്നള്ളി അരുളി ചെയ്തത് തന്നെയാണെന്ന് അയാൾ ദൃഢമായി വിശ്വസിക്കുകയും തലയ്ക്കൽ നോക്കിയപ്പോൾ ഒരു നാന്തകം വാള് അവിടെ ഇരിക്കുന്നതായും അയാൾ കണ്ടു. അങ്ങനെ അയാൾ കൊല്ലത്ത് മടങ്ങിയെത്തിയതിൻ്റെ ശേഷം അവിടെ ഒരു ക്ഷേത്രം പണിയിച്ച് ഭഗവതിയെ പ്രതിഷ്ഠിക്കുകയും ഭഗവതിയുടെ പീഠത്തിന്മേൽ നാന്തകം വാൾ കൂടി വച്ച് പതിവായി പൂജിച്ച് ഭഗവതിയെ ഭക്തിപൂർവം സേവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. ആ വൈശ്യൻ ഒരു വിഷഹാരിയുമായിരുന്നു. അതിനാൽ അയാൾ ഉണ്ടാക്കിയ ക്ഷേത്രത്തിനും വിഷഹാരിക്കാവ് എന്ന നാമം സിദ്ധിച്ചു. അത് ലോപിച്ച് കാലക്രമേണ വിഷാരിക്കാവ് എന്നായി തീർന്നു. മുൻപേ തന്നെ വലിയ ധനവാന്മാരായിരുന്ന വൈശ്യന്മാർക്ക് ഭഗവതിയുടെ സാന്നിധ്യം കൂടി ഉണ്ടായപ്പോൾ ധനം സംഖ്യയില്ലാതെ അങ്ങോട്ട് വർദ്ധിച്ചു. വൈകാതെ അവർ കപ്പലുകളും പത്തേമാരികളും പണിയിച്ച് അവരുടെ കച്ചവടം യൂറോപ്പ് രാജ്യങ്ങൾ വരെ അങ്ങോട്ട് പ്രചരിച്ചു തുടങ്ങി. അപ്പോഴേക്കും വിഷഹാരിയും ദേവിയെ സേവിച്ചു കൊണ്ടുവന്ന ആളുമായ ആ വൈശ്യന് ധനമെന്ന പോലെ തന്നെ അഹങ്കാരവും സീമാതീതമായി വർദ്ധിച്ചു. അതിനാൽ അവർ ക്രമേണ രാജാവിനെ പോലും കൂട്ടാക്കാതെയും രാജാവിന് ക്രമപ്രകാരം കൊടുക്കേണ്ടുന്ന നികുതിയും മറ്റും കൊടുക്കാതെയുമായി. മുഷ്കന്മാരായ ആ വൈശ്യന്മാരുടെ ധിക്കാരം ക്രമേണ രാജാവിന് ദുസ്സഹമായി തീർന്നു. അതിനാൽ കൊല്ലത്ത് താമസിക്കുന്ന സകല വൈശ്യന്മാരും 3 ദിവസത്തിനകം നാട് വിട്ടു പൊയ്ക്കൊള്ളണം എന്നൊരു രാജകൽപ്പന പുറപ്പെട്ടു. അത് കേട്ടപ്പോൾ വൈശ്യന്മാരാകപ്പാടെ പരിഭ്രാന്ത ഹൃദയന്മാരും വിഹുലന്മാരുമായി തീർന്നു. ഭഗവതിയെ പ്രതിഷ്ഠിച്ച് സേവിച്ചു കൊണ്ടിരുന്നവർ ഉൾപ്പെടെ 8 കുടുംബക്കാർ കൽപ്പന കേട്ട ആ ക്ഷണത്തിൽ തന്നെ അവരുടെ സകല
ജംഗമ സ്വത്തുക്കളും പത്തേമാരികളിലാക്കിക്കൊണ്ട് സമുദ്രമാർഗേണ വടക്കോട്ട് പുറപ്പെട്ടു. ഭഗവതിയെ സേവിച്ചു കൊണ്ടിരുന്ന ആ വൈശ്യൻ യാത്രയായ സമയത്ത് ആ ഭഗവതിയെ അയാൾ നാന്തകം വാളിന്മേൽ ആവാഹിച്ചെടുത്തുകൊണ്ടാണ് പോയത്. ശേഷമുണ്ടായിരുന്ന കുടുംബക്കാർ അവരുടെ പൂർവ്വസ്ഥലമായ പാണ്ഡ്യരാജ്യത്തേക്കും പോയി. വടക്കോട്ട് പോയവർ കരയോട് ചേർന്ന് പത്തേമാരി ഓടിച്ചു പോയ സമയത്ത് ഒരു സ്ഥലത്ത് പശുക്കളും പുലികളും ജാതി വൈരം കൂടാതെ ഒന്നിച്ച് മേഞ്ഞുകൊണ്ട് നിൽക്കുന്നതായി കണ്ടു. ഈ സ്ഥലം സമാധാനത്തോടുകൂടി താമസിക്കാൻ കൊള്ളാവുന്നതാണെന്ന് നിശ്ചയിച്ച് അവർ പത്തേമാരികൾ അവിടെ അടുപ്പിച്ച് കരക്കിറങ്ങി. കടലിനോടടുത്തുള്ള ആ സ്ഥലം അക്കാലത്ത് വലിയ വനപ്രദേശമായിരുന്നു. അവർ കരക്കിറങ്ങിയതിൻ്റെ ശേഷം അവിടെയെല്ലാം ചുറ്റി നടന്ന് ഭഗവതിക്ക് ക്ഷേത്രവും അവർക്ക് ഗ്രഹങ്ങളും പണിയിക്കുന്നതിന് യോഗ്യങ്ങളായ സ്ഥലങ്ങൾ നോക്കിക്കണ്ട് നിശ്ചയിക്കുകയും ആ സ്ഥലങ്ങൾ കുറുമ്പ്രനാട്ട് രാജാവിൻ്റെ വകയായിരുന്നതിനാൽ രാജാവിന് പിടിപ്പത് വില കൊടുത്ത് അവ വാങ്ങുകയും ക്ഷേത്രവും ഗ്രഹങ്ങളും പണിയുകയും ചെയ്തു. അമ്പലം, ശ്രീകോവിൽ, നാലമ്പലം, തിടപ്പള്ളി മുതലായവയോടുകൂടിയാണ് അമ്പലം പണി കഴിപ്പിച്ചത്. അവിടെ കൊടുങ്ങല്ലൂർ, തിരുമന്താംകുന്ന് മുതലായ ക്ഷേത്രങ്ങളിലെ പോലെ കിഴക്കോട്ട് ദർശനമായി ശിവനെയും വടക്കോട്ട് ദർശനമായി ഭഗവതിയെയും മതിൽക്കകത്ത് ഉപദേവനായി ശാസ്താവിനെയും അങ്ങട് പ്രതിഷ്ഠിച്ചു. പ്രതിഷ്ഠ നടത്തിയത് പ്രസിദ്ധ മാന്ത്രികനും തന്ത്രിയുമായ കാട്ടുമാടസ് നമ്പൂരിയാണ്. എങ്കിലും പിന്നെയും ശാന്തി നടത്തിയിരുന്നത് ഭഗവതിയെ സേവിച്ചു കൊണ്ടുവന്ന ആ വൈശ്യനും അദ്ദേഹത്തിൻ്റെ കാലശേഷം തതുപദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരുമായിരുന്നു. വൈശ്യന്മാര് 8 കുടുംബക്കാരും ക്ഷേത്രത്തിന് സമീപം തന്നെ 8 ഗ്രഹങ്ങളിലായി അങ്ങോട്ട് താമസമുറപ്പിച്ചു. ഈ ക്ഷേത്രത്തിൽ അവർ ഊരാളന്മാരായി തീരുകയും ചെയ്തു. ഈ വൈശ്യന്മാര് അവിടെ വന്നത് അവർക്കും ആ ദേശത്തിനും മംഗളമായി പരിണമിച്ചു. അതിനാൽ ആ ദേശത്തിന് വന്നമംഗലം എന്ന നാമം സിദ്ധിച്ചു. അത് ക്രമേണ മണ്ണമംഗലം എന്നായി തീർന്നു. മാത്രല്ല ആ ക്ഷേത്രത്തിന് പൂർവസ്മരണ വിടാതെ അവര് കൊല്ലം വിഷാരിക്കാവ് എന്നു തന്നെ പേരിട്ടു. അതിന് ഇപ്പോഴും ഭേദഗതിയൊന്നും വന്നിട്ടില്ല. ഈ ക്ഷേത്രത്തിൻ്റെ കാരണഭൂതനായ ആ വൈശ്യന് ശ്രീപോർക്കലിയിൽ നിന്ന് കിട്ടിയതും കൊല്ലത്ത് നിന്ന് ഭഗവതിയെ ആവാഹിച്ചു കൊണ്ടുപോന്നതുമായ ആ നാന്തകം വാള് ഇവിടെ ഭഗവതിയെ പ്രതിഷ്ഠിച്ചപ്പോൾ തന്നെ ആ ശ്രീകോവിലിനകത്തു വച്ചു. അത് ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അതിന് ഇതുവരെ യാതൊരു കേടും സംഭവിച്ചിട്ടില്ല. ഈ ക്ഷേത്രത്തിലെ ഊരാളന്മാരായ 8 കുടുംബക്കാരുടെ വീട്ടുപേരുകൾ ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാം. അതിൽ ഒന്നാമത്തെ വീട്ടുകാര് കീഴേൽ വീട്ടുകാരാണ്. 2 പാഴേൽ വീട്ടുകാരാണ്. 3 എളേടത്ത് വീട്ടുകാരാണ്. 4 ഈച്ചരാട്ടിൽ വീട്ടുകാരാണ്. 5 പൊനത്തിൽ വീട്ടുകാരാണ്. 6 നാണോത്ത് വീട്ടുകാരാണ്. 7 എരോത്ത് വീട്ടുകാരാണ്. 8 ഉമ്മച്ചി വീട്ടുകാരാണ്. ഈ 8 വീട്ടുകാരാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഊരാളന്മാർ എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൽ കൈകാര്യകർത്തൃത്വം 1 മുതൽ 4 വരെയുള്ള വീട്ടുകാർക്കാണ്. എന്നുവെച്ചാൽ ആദ്യം പറഞ്ഞ ആ 4 വീട്ടുകാർക്കാണെന്ന് സാരം. അവർക്ക് കാരണവസ്ഥാനവുമുണ്ട്. ശേഷമുള്ള 4 വീട്ടുകാരും ഇവരുടെ അനന്തരവരുടെ നിലയിലാണ് വർത്തിച്ചു പോരുന്നത്. ഈ വൈശ്യന്മാര് അന്ന് പത്തേമാരികളിൽ നിന്ന് കരക്കിറങ്ങിയതിൻ്റെ ശേഷം ക്ഷേത്രത്തിനും വീടുകൾക്കും യോഗ്യമായ സ്ഥലം നോക്കി നിശ്ചയിക്കാൻ പോയവര് വെയിലത്ത് നടന്ന് ക്ഷീണിച്ചപ്പോൾ ഒരു അയിനിമരത്തിൻ്റെ ചുവട്ടിൽ ചെന്നിരുന്നു. ആ വൃക്ഷം ശാഖോപശാഖകൾ കൊണ്ട്
പന്തൽ പോലെ പരന്നിരുന്നതായതുകൊണ്ട് അവർ അതിനെ പന്തലായിനി എന്ന് പേരിട്ടു. അതിനാൽ ആ ദേശത്തിനും ആ പേര് തന്നെ സിദ്ധിച്ചു. ഈ വൈശ്യന്മാര് 8 കുടുംബക്കാർ മാത്രമായിരുന്നതിനാൽ അവർക്ക് യഥാപൂർവം അവരുടെ പെൺകിടാങ്ങളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിനും മക്കത്തായം ആചരിക്കുന്നതിനും നിവർത്തിയില്ലാതെയായിത്തീർന്നു. അതിനാൽ അവർ ചില നായർ വീട്ടുകാരെ ഇണങ്ങാക്കി ചേർക്കുകയും മക്കത്തായം ഉപേക്ഷിച്ച് മരുമക്കത്തായം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ വൈശ്യന്മാർ നായന്മാരായി തീർന്നപ്പോൾ ക്ഷേത്രത്തിൽ ശാന്തിക്ക് അവരായാൽ പോരാ എന്ന് അവർക്ക് തന്നെ തോന്നുകയാൽ ശാന്തിക്ക് അവർ ചാലോറ എന്ന ഇല്ലപ്പേരായ ഒരു നമ്പൂരിയെ അങ്ങോട്ട് നിയമിച്ചു. അങ്ങനെ ആ നമ്പൂരി അമ്പലത്തിലെ ശാന്തിയായപ്പോൾ അവിടെ സ്വൽപ്പം ചില ഭേദഗതികൾ വരുത്തേണ്ടതായി വന്നു. ക്ഷേത്രത്തിൽ ഉഷപ്പൂജ ഉൾപ്പെടെ 5 പൂജ പതിവുള്ളതിനാൽ ഭഗവതിക്ക് മാത്രം ഉച്ചപ്പൂജയ്ക്കുള്ള നിവേദ്യം മദ്യവും മാംസവുമായിരുന്നു പതിവ്. എന്നാൽ നമ്പൂരി ശാന്തിയായപ്പോൾ അത് വേണ്ടെന്നു വച്ചു. മദ്യമാംസങ്ങൾ നിവേദ്യമല്ലാതെയാവുകയും പൂജ നമ്പൂരിയാവുകയും ചെയ്തപ്പോൾ ഭഗവതിയുടെ ശക്തിയും ചൈതന്യവും അങ്ങോട്ട് വളരെ വർദ്ധിച്ചു. മുൻപേ തന്നെ ഉഗ്രമൂർത്തിയായ ഭഗവതി നമ്പൂരിയുടെ പൂജ നിമിത്തം അത്യുഗ്രമൂർത്തിയായി തീർന്നു. ദേവിക്ക് ഭയങ്കരി എന്നുള്ള നാമം അപ്പോഴാണ് യഥാർത്ഥമായി തീർന്നത്. ദർശനത്തിനായി ചെല്ലുന്നവർക്ക് പകൽ സമയത്ത് പോലും ഭഗവതിയുടെ നടയിൽ പോകാനെന്നല്ല, ക്ഷേത്രത്തിനകത്ത് കടക്കാൻ തന്നെയും എന്തോ വല്ലാത്ത ഒരു ഭയം ഉണ്ടായിത്തീർന്നു. അപ്പോ ഈ ഉഗ്രത സ്വൽപ്പം കുറയ്ക്കണമെന്ന് നിശ്ചയിച്ച് ഊരാളന്മാർ നമ്പൂരിയുടെ ശാന്തി വേണ്ടെന്ന് വയ്ക്കുകയും ശാക്തേയന്മാരായ വട്ടോളി മൂസതിന്മാരെ കൊണ്ട് ശാന്തി തുടങ്ങിക്കുകയും ചെയ്തു. അങ്ങനെ ആ മൂസതിന്മാർ ശാന്തി തുടങ്ങിയതോടുകൂടി വീണ്ടും മദ്യമാംസങ്ങൾ നിവേദിച്ചു തുടങ്ങുകയും അപ്പോൾ ദേവിയുടെ ഉഗ്രതയ്ക്ക് സ്വൽപ്പം ശമനം സംഭവിക്കുകയും ചെയ്തു. ഇപ്പോഴും ഈ ക്ഷേത്രത്തിൽ ശാന്തി നടത്തി വരുന്നത് വട്ടോളി മൂസതിന്മാർ തന്നെയാണ്. എങ്കിലും ആണ്ടുതോറും മീനത്തിൽ തന്ത്രിയെ അവിടെ വരുത്തി ഒരു ശുദ്ധികലശവും ബ്രാഹ്മണരെ കൊണ്ട് 3 ദിവസത്തെ പൂജയും ഇപ്പോഴും നടത്തി വരുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൽ ആണ്ടുതോറും മീനമാസത്തിൽ 8 അഹസ്സായിട്ട് ഒരു ഉത്സവം നടത്തി വരുന്നുണ്ട്. അതിന് കാളിയാട്ടം എന്നാണ് പേര് പറഞ്ഞു വരുന്നത്. ഈ ഉത്സവം മറ്റു ക്ഷേത്രങ്ങളിലെ പോലെയൊന്നുമല്ല. ഇവിടെ ധ്വജമായി ഉപയോഗിക്കുന്നത് 45 കോൽ നീളമുള്ള ഒരു മുളയാണ്. മുള നാട്ടി അതിന്മേലാണ് കൊടിയേറ്റ് കഴിക്കുന്നത്. കൊടിയേറിയാൽ എഴുന്നള്ളിക്കുന്നത് 6 ദിവസം ലോഹനിർമ്മിതമായ ശീവേലിത്തിടമ്പും 7-ാം ദിവസവും 8-ാം ദിവസവും നാന്തകം വാളുമാണ്. നാന്തകം വാൾ എഴുന്നള്ളിക്കുന്നതിനുള്ള ആന പിടിയാന തന്നെയായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. ഉത്സവകാലത്ത് പ്രതിദിനം 3 ശീവേലിയും ക്ഷേത്രത്തിൻ്റെ ഊട്ടുപെരയിൽ വച്ച് ബ്രാഹ്മണർക്കും സാധുക്കൾക്കും സദ്യയും പതിവുണ്ട്. 7-ാം ദിവസം വലിയ വിളക്കിനും 8-ാം ദിവസം കാളിയാട്ടത്തിനും മാത്രമേ നാന്തകം വാള് ആനപ്പുറത്ത് എഴുന്നള്ളിക്കാറുള്ളൂ. ആ നാന്തകം വാളെടുത്ത് എഴുന്നള്ളിക്കുന്ന ആളിൽ ഭഗവതിയുടെ ആവാസമുണ്ടാകുമെന്നാണ് വിശ്വാസം. ആ ആള് വാൾ പിടിച്ചുകൊണ്ട് ആനപ്പുറത്തിരുന്ന് കലശിലായി വിറയ്ക്കുകയും എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് താഴെ ഇറങ്ങി വാള് ശ്രീകോവിലിനകത്ത് കൊണ്ടുചെന്ന് വച്ചാൽ ഉടനെ തന്നെ ആ ആള് ബോധം കെട്ട് വീഴുകയും ചെയ്യാറുണ്ട്. പിന്നെ ഇശി നേരം കഴിഞ്ഞേ ആ ആൾക്ക് ബോധം വീഴാറുള്ളൂ. ഇവിടെ ഉത്സവം മീനമാസത്തിലായിരിക്കണം എന്നല്ലാതെ
കൊടിയേറ്റ് ഇന്ന നാൾ അല്ലെങ്കിൽ ഇന്ന തീയതി എന്ന് വേണമെന്ന് നിർബന്ധമില്ല. അത് ആണ്ടുതോറും നിശ്ചയിച്ച് നടത്തുകയാണ് പതിവ്. അത് നിശ്ചയിക്കാനുള്ള അവകാശവും അധികാരവും പൊറ്റമൻ നമ്പീശൻ എന്ന ആൾക്കാണ്. അവരുടെ കുടുംബത്തിൽ അതാത് കാലത്ത് മൂപ്പായിട്ടുള്ള ആളാണ് അത് നിശ്ചയിക്കുന്നത്. എന്നാൽ അത് നാന്തകം വാൾ കറ കൂട്ടുവാനുള്ള മുഹൂർത്തമനുസരിച്ചായിരിക്കണം. വാൾ കറ കൂട്ടുവാനുള്ള മുഹൂർത്തം ജ്യോത്സ്യനെ വരുത്തി നോക്കിച്ചാണ് നിശ്ചയിക്കുന്നത്. ഞായർ, ചൊവ്വ, വെള്ളി ഈ ആഴ്ചകളിൽ ഏതെങ്കിലും ഒരു ദിവസമേ വാൾ കറ കൂട്ടുവാൻ പാടുള്ളൂ. വാൾ കറ കൂട്ടുക എന്ന് പറഞ്ഞാൽ തേച്ച് മിനുക്കി തുരുമ്പ് കളഞ്ഞ് എണ്ണ പുരട്ടി വയ്ക്കുക എന്നാണ് അർത്ഥം. ഇതിൽ കാളിയാട്ടത്തിൻ്റെ പ്രധാന ക്രിയ നാന്തകം വാൾ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുകയാണ്. ആ എഴുന്നള്ളത്ത് പകൽ ഏകദേശം 4 മണിക്ക് ആരംഭിക്കും. അതിന് കുട, ആലവട്ടം, വെഞ്ചാമരം, തലയിൽ കെട്ട് മുതലായ അലങ്കാരങ്ങളോടുകൂടിയ 15 ആനകളും പലവിധ വാദ്യങ്ങളോടുകൂടിയ താളമേളങ്ങളും ഉണ്ടായിരിക്കും. ആ എഴുന്നള്ളത്ത് നടയിൽ സ്വൽപ്പമകലെയായി നിൽക്കുന്ന പാലയുടെ ചുവട്ടിലെത്തുമ്പോൾ മേളം കലാശിക്കും. പിന്നെ അവിടെ കുറുപ്പിൻ്റെ നൃത്തമുണ്ട്. അതു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഊരുചുറ്റലായി എഴുന്നള്ളിച്ചു പോകും. ആ ഊരുചുറ്റൽ കഴിഞ്ഞ് മടങ്ങിയെത്തിയാൽ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടക്കലും തെയ്യമ്പാടി കുറുപ്പിൻ്റെ നൃത്തമുണ്ട്. ഭഗവതി ഊരുചുറ്റാൻ എഴുന്നള്ളുന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ തെക്കുഭാഗത്ത് മുന്നൂറ്റാൻ എന്നുവെച്ചാൽ 300 എന്ന ജാതിക്കാരും കിഴക്കുഭാഗത്ത് മണ്ണാന്മാരും അണിനിരന്ന് കാവൽ നിൽക്കുക ഒരു പതിവാണ്. നാന്തകം വാൾ ഇറക്കി എഴുന്നള്ളിക്കുന്നതുവരെ അവർ അങ്ങനെ കാവൽ നിൽക്കും. ഇറക്കി എഴുന്നള്ളിക്കുന്ന സമയത്ത് വെളിച്ചപ്പാട് തുള്ളും. അതു കഴിഞ്ഞാൽ അരിയും പയറും മാംസവും കൂടി പാകം ചെയ്ത് കൊണ്ടുപോയി വടക്കുവശത്തുള്ള കോട്ടയിൽ വച്ച് ഭൂതങ്ങൾക്ക് ബലി കൊടുക്കും. ഇതിന് അരിങ്ങാട്ട് എന്നാണ് പേരു പറഞ്ഞു വരുന്നത്. അത് അന്യന്മാർക്ക് കാണാൻ പാടില്ല. കോട്ടയെന്ന് പറയപ്പെടുന്നത് ഏതാനും ഉന്നത വൃക്ഷങ്ങൾ നിൽക്കുന്ന ഒരു പറമ്പാണ്. വിഷാരിക്കാവിൽ ഭഗവതിയുടെ അത്ഭുത മാഹാത്മ്യങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കാര്യം അസാധ്യമാണ്. അതിനാൽ അവയിൽ ചിലതു മാത്രം ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാം. പണ്ട് മൈസൂർ കടുവ എന്ന പ്രസിദ്ധനായിരുന്ന ടിപ്പു സുൽത്താൻ മലബാറിനെ ആക്രമിച്ച കാലത്ത് അനേകം ഹിന്ദുക്ഷേത്രങ്ങൾ അഗ്നിക്കിരയാക്കി നശിപ്പിച്ചുവെങ്കിലും വിഷാരിക്കാവിൽ ഭഗവതിയെക്കുറിച്ച് അയാൾക്ക് വളരെ ഭക്തിയും വിശ്വാസവുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ചില കാലങ്ങളിൽ ദേവീ ദർശനാർത്ഥം അവിടെ ചെല്ലുകയും ചെയ്തിരുന്നു. ഒരിക്കൽ സുൽത്താൻ ദർശനത്തിനായി ചെന്ന സമയത്ത് ശാന്തിക്കാരൻ പ്രസാദം കൊടുക്കാനായി അങ്ങോട്ട് കൊണ്ടുചെന്നു. അത് കണ്ടപ്പോൾ സുൽത്താൻ പറഞ്ഞു, എനിക്ക് ശാന്തിക്കാരൻ്റെ പ്രസാദം വേണ്ട, ദേവി തന്നെ എനിക്ക് നേരിട്ട് പ്രസാദം തരണം എന്ന് പറഞ്ഞ് ശാന്തിക്കാരനോട് പ്രസാദം വാങ്ങാതെ തർക്കിച്ച് നിന്നു. ആ സമയം ഭഗവതി തന്നെ പ്രസാദമെടുത്തുകൊണ്ട് അങ്ങോട്ട് പ്രത്യക്ഷമായി അവിടെ എഴുന്നള്ളിന്നാ പറയണേ. ഉടനെ പ്രസാദം സുൽത്താൻ്റെ കയ്യിലിട്ട് കൊടുത്തു. ആ പ്രസാദം വാങ്ങിയതിനോടുകൂടി സുൽത്താൻ ബോധം കെട്ട് വീഴുകയും ദേവി അന്തർധാനം ചെയ്യുകയും ചെയ്തു. പിന്നെ 3.25 നാഴിക കഴിഞ്ഞപ്പോൾ സുൽത്താന് ബോധം വീണു. അപ്പോൾ അയാൾക്ക് തോന്നി, ഹേയ്, താൻ വിചാരിക്കുകയും പറയുകയും ചെയ്തത് അവിവേകമായി പോയി എന്ന് തോന്നി. എന്ന് മാത്രമല്ല, ആ ദേവിയെക്കുറിച്ചുള്ള ഭക്തിവിശ്വാസങ്ങൾ പൂർവാധികം വർദ്ധിക്കുകയും ചെയ്തു. അതിനാൽ സുൽത്താൻ പ്രതിവത്സരം 342 രൂപ വീതം സർവമാന്യമായി ദേവസ്വത്തിലേക്ക് കൊടുത്തു വന്നിരുന്നു. പിന്നീട്
ടിപ്പുവിൻ്റെ രാജ്യം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അധീനതയിലായപ്പോൾ ആ സംഖ്യ ആ ഗവൺമെൻറ് സർവമാന്യമായി ഭൂനികുതി വകയിൽ വിട്ടുകൊടുത്തു. ആ സ്ഥിതിയിൽ തന്നെ ഇന്നും നടന്നു വരുന്നുണ്ട്. പിന്നീടൊരിക്കൽ ചില ക്ഷേത്രകാര്യങ്ങൾ പെട്ടെന്ന് നടത്തേണ്ടതായും തൽക്കാലം ദേവസ്വത്തിൽ പണം ചുരുക്കമായും വരികയാൽ ഊരാളന്മാർ ചിങ്ങപുരത്ത് കൃഷ്ണപ്പട്ടർ എന്നൊരാളോട് ഏതാനും രൂപ കടം വാങ്ങി. പക്ഷേ ആ സംഖ്യ അവധിക്ക് കൊടുത്തു തീർക്കാൻ പറ്റാത്തതിനാൽ പട്ടർ അന്യായം കൊടുത്ത് ഊരാളന്മാരുടെ മേലും ദേവസ്വം വക സ്വത്തുക്കളിന്മേലും സ്ഥാപിച്ച് വിധി സമ്പാദിച്ചു. ഊരാളന്മാരെ വാറണ്ടിൽ പിടിക്കാൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ടും സാധിച്ചില്ല. ഒടുക്കം പട്ടർ കാളിയാട്ട ദിവസം നാന്തകം വാൾ എഴുന്നള്ളിക്കുന്ന ആനയ്ക്ക് കെട്ടിക്കുന്നതും ദേവസ്വം വകയുമായ ആ സ്വർണ്ണ തലക്കെട്ട് ജപ്തി ചെയ്യിക്കാമെന്ന് നിശ്ചയിച്ച് ആമ്യാനോടുകൂടി 8-ാം ഉത്സവ ദിവസം ക്ഷേത്ര സന്നിധിയിലെത്തി. പക്ഷേ ആ നാന്തകം വാള് എഴുന്നള്ളിച്ച് പുറത്തു വന്നപ്പോഴേക്കും പട്ടർക്ക് അവിടെ നിൽക്കാൻ വയ്യാതെയായി. അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് ഓടിത്തുടങ്ങി. അപ്പോൾ ആരോ പിന്നാലെ ഓടിച്ചെന്ന് ഊക്കോടുകൂടി പുറത്ത് ഒന്നടിച്ചതായി അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം പിന്നെയും ഓടുകയും പടിഞ്ഞാറ് വശത്തുള്ള ചിറയുടെ വക്കത്ത് ചെന്നപ്പോൾ ബോധം കെട്ട് അവിടെ വീഴുകയും ഉടനെ ചോര ഛർദ്ദിച്ചു തുടങ്ങുകയും മാത്ര നേരത്തിനിടയിൽ പരലോകപ്രാപ്തനാവുകയും ചെയ്തു. ഇതുകൂടാതെ വിഷാരിക്കാവ് ക്ഷേത്രത്തിൽ 2 തവണ കള്ളന്മാർ കയറുകയുണ്ടായി. പക്ഷേ ഒരിക്കലും അവർക്കൊന്നും കൊണ്ടുപോകാൻ സാധിച്ചില്ല. ഒരിക്കൽ കള്ളന്മാർ അമ്പലത്തിനകത്ത് കടന്നപ്പോൾ അവിടെ അകത്തും പുറത്തും വലിയ പുഴയെന്ന പോലെ വെള്ളം പെരുകിയിരിക്കുന്നതായി അവർക്ക് തോന്നി. അതിനാൽ നേരം വെളുക്കുന്നതുവരെ അവർ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടു. നേരം വെളുത്ത് നട തുറന്നപ്പോൾ അവിടെയെങ്ങും വെള്ളം കയറിയിട്ടില്ല എന്നുള്ള വാസ്തവം അവർക്ക് മനസ്സിലാവുകയും അവരിറങ്ങി മാപ്പ് പറഞ്ഞ് അങ്ങോട്ട് പോവുകയും ചെയ്തു. പിന്നീടൊരിക്കൽ കള്ളന്മാരമ്പലത്തിൽ കയറി ചില ഓട്ടുപാത്രങ്ങളും മറ്റും എടുത്തുകൊണ്ട് പുറത്തിറങ്ങി. സാമാനങ്ങളെല്ലാം തലയിലേറ്റിക്കൊണ്ട് യാത്രയായപ്പോൾ അവർക്ക് ഏതിലെയാണ് പോകേണ്ടതെന്ന് നിശ്ചയമില്ലാതെയായി. അവര് ആ പാത്രങ്ങളും തലയിൽ വച്ചുകൊണ്ട് നേരം വെളുക്കുന്നതുവരെ ക്ഷേത്രത്തിന് പ്രദക്ഷിണം വച്ചു. അങ്ങനെ നേരം വെളുത്തപ്പോൾ ഊരാളന്മാരിൽ ചിലർ അവിടെ എത്തി കള്ളന്മാരെ പിടികൂടുകയും പോലീസിൽ ഏൽപ്പിക്കാനായി പുറപ്പെടുകയും ചെയ്തു. ആ സമയത്ത് വെളിച്ചപ്പാട് തുള്ളി വന്ന് നമ്മുടെ മുതൽ മോഷ്ടിച്ചു കൊണ്ടുപോയാൽ അതുകൊണ്ടുണ്ടാവുന്ന നഷ്ടം നമുക്കാണ്. അതിനാൽ അതിനെക്കുറിച്ച് നാം തന്നെ ചോദിച്ചോളാം. അതിന് കുമ്പഞ്ഞിയെ, ഈ കുമ്പഞ്ഞി എന്ന് പറഞ്ഞാൽ കമ്പനിയെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അക്കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിരുന്നു. ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെയാണ് കുമ്പഞ്ഞിയെ എന്ന് പറഞ്ഞത്. ആ കുമ്പഞ്ഞിയെ ഏൽപ്പിക്കണമെന്നില്ല എന്ന് പറയുകയും കള്ളന്മാരെ കൊണ്ട് മോഷ്ടിച്ച മുതലെല്ലാം അവിടെ വയ്പ്പിക്കുകയും പ്രായശ്ചിത്തവും മേലാൽ അവിടെ കയറി മോഷ്ടിക്കുകയില്ല എന്ന് സത്യം ചെയ്യിച്ച് അവരെ വിട്ടയക്കുകയും ചെയ്തു. അതിൽ പിന്നെ ഒരിക്കലും ഇന്നുവരെ ആ ക്ഷേത്രത്തിൽ കള്ളന്മാർ കയറിയിട്ടില്ല. ഇതുകൂടാണ്ട് മുമ്പൊരു കാലത്ത് ദേവസ്വം വകയായി ഇവിടെ ഒരു പിടിയാന ഉണ്ടായിരുന്നു. ആ ആനയെ ഒരിക്കൽ ഏറനാട് താലൂക്കിൽ മാമ്പാട്ട് ദേശക്കാരനായ ഒരു മുഹമ്മദീയന് പാട്ടത്തിന് കൊടുത്തിരുന്നു. ഉത്സവത്തിന് എഴുന്നള്ളിക്കാൻ ആനയെ മുൻകൂട്ടി മടക്കി അയച്ചു കൊള്ളാമെന്നുള്ള ഒരു കരാറോടുകൂടിയാണ് മുഹമ്മദീയൻ ആനയെ കൊണ്ടുപോയത്. അങ്ങനെ പിന്നീടുള്ള ആണ്ടിൽ ഉത്സവമടുത്തപ്പോൾ ഊരാളന്മാർ മുഹമ്മദീയൻ്റെ പേർക്ക്
ഒരെഴുത്തു കൊടുത്ത് ആളെ അയച്ചു. ആ എഴുത്തിന് മുഹമ്മദീയൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഇപ്പോ പണിത്തിരക്ക് വളരെ അധികമായതിനാൽ ഉത്സവത്തിന് തക്കവണ്ണം ആനയെ മടക്കി അയക്കാൻ നിവൃത്തിയില്ല എന്നായിരുന്നു ആ മറുപടി. ഊരാളന്മാര് ആകപ്പാടെ അങ്ങട് വിഷണ്ണന്മാരായി തീർന്നു. പക്ഷേ ഉത്സവാരംഭ ദിവസം രാത്രിയിൽ എഴുന്നള്ളിക്കാനുള്ള സമയമായപ്പോ പടിഞ്ഞാറേ ചിറയിൽ ഒരാനയുടെ ശബ്ദം കേട്ട് ഊരാളന്മാരും മറ്റും ഓടിച്ചെന്ന് നോക്കിയപ്പോ അത് ദേവസ്വം വക പിടിയാന തന്നെ ആയിരുന്നു. അന്ന് പകൽ മുഴുവനും ആ ആന മുഹമ്മദീയൻ്റെ പണിസ്ഥലത്തുണ്ടായിരുന്നു. പക്ഷേ അത്ഭുതം അതൊന്നുമല്ല. ആ മാമ്പാട്ടു നിന്ന് ഈ ക്ഷേത്രത്തിലേക്ക് 80 നാഴിക ദൂരമുണ്ട്. ഇത്രയും ദൂരം 10 നാഴിക കൊണ്ട് ഈ ആന എത്തിയതെങ്ങനെയെന്ന് ഭഗവതിക്ക് മാത്രം അറിയാം. അതുമാത്രല്ല, ആ ആനയുടെ മേല് ചെങ്ങലയോ അതുപോലെ തന്നെ ആനയുടെ കൂടെ ആനക്കാരനോ ഉണ്ടായിരുന്നില്ല. ആന ആരും പറയാതെ സ്വയമേവ ചിറയിലിറങ്ങി കുളിച്ച് ക്ഷേത്രനടയിൽ ചെന്ന് നിന്നു. തലയിൽ കെട്ട് എടുത്തുകൊണ്ട് ചെന്നപ്പോഴേക്കും ആരും പറയാതെ തന്നെ ആന കാല് മടക്കി. ഒരാൾ കയറി തലയിൽ കെട്ട് കെട്ടിച്ചു. ശാന്തിക്കാരൻ പതിവ് പോലെ എഴുന്നള്ളിക്കുകയും ചെയ്തു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആനയെ അന്വേഷിച്ച് മുഹമ്മദീയനും ആനക്കാരനും അവിടെ വന്നു ചേർന്നു. ഉത്സവത്തിന് എഴുന്നള്ളിക്കാൻ ആനയെ അയക്കാതിരുന്നതിന് മുഹമ്മദീയൻ പ്രായശ്ചിത്തം ചെയ്യുകയും ദേവിയുടെ കോപം ഉണ്ടാകാതെ ഇരിക്കേണ്ടതിലേക്കായി അനേകം വഴിപാടുകൾ നടത്തുക ചെയ്തു. ഈ ക്ഷേത്രത്തിലെ കോമരം, അതായത് വെളിച്ചപ്പാട്, പട്ടുമുണ്ടയ്ക്കൽ തെയ്യമ്പാടി കുറുപ്പിൻ്റെ കുടുംബത്തിൽ അന്നന്ന് മൂത്ത ആളായിരിക്കുകയാണ് ഒരു പതിവ്. അങ്ങനെ ഇരിക്കെ ഒരു കാലത്ത് അവിടെ പ്രായം തികഞ്ഞ പുരുഷന്മാരാരും ഇല്ലാതെയായി തീരുകയാൽ കരോറപ്പണിക്കന്മാരുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ കോമരമാക്കിയെടുക്കുന്നതിന് ഊരാളന്മാരും മറ്റും അങ്ങോട്ട് കൂടിയാലോചിച്ച് തീർച്ചയാക്കി. ആ സമയം തെയ്യമ്പാടി കുറുപ്പിൻ്റെ ഗൃഹത്തിൽ നിന്ന് വെറും 11 വയസ്സു മാത്രം പ്രായമായ ഒരാൺകുട്ടി വെളിച്ചപ്പെട്ടുകൊണ്ട് ക്ഷേത്രത്തിലെത്തി. ഈ തെയ്യമ്പാടി കുറുപ്പിൻ്റെ ഗൃഹത്തിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് 115 നാഴിക ദൂരമുണ്ട്. വളരെ ചെറുപ്രായക്കാരനായ ഈ ബാലൻ ഇത്രയും ദൂരം പരസഹായം കൂടാതെ വഴിയറിഞ്ഞ് ഇവിടെ വന്നെത്തിയതിനെക്കുറിച്ച് തന്നെ എല്ലാവരും ഏറ്റവും അത്ഭുതപ്പെട്ടു. പിന്നീടുണ്ടായ അന്വേഷണത്തിൽ അയാൾ ഗൃഹത്തിൽ നിന്ന് ഏകദേശം 15 നാഴിക കൊണ്ടാണ് ഇവിടെ വന്നെത്തിയതെന്ന് അറിയുകയും ചെയ്തു. ആ കുട്ടിയുടെ പ്രവർത്തികളും വാക്കുകളും അത്ഭുതപ്പെടുവാൻ തക്ക വകയായിരുന്നതിനാൽ വിശ്വാസപൂർവം ആ കുട്ടിയെ തന്നെ അവിടെ കോമരമായി സ്വീകരിച്ചു. അങ്ങനെ ഏകദേശം 75 വയസ്സോളം പ്രായമായ ആ മനുഷ്യൻ ഈ കുറച്ചു കാലം മുമ്പ് വരെ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതുകൂടാണ്ട് ഈ അടുത്തിടയ്ക്കൊരു സംഭവം നടന്നു. ഏകദേശം ഒരു 10-12 കൊല്ലം മുമ്പ് ഊരാളന്മാരുടെ ബന്ധുവർഗത്തിൽപ്പെട്ട ഒരാള് ഈ ഭഗവതിയുടെ നടയിൽ നിന്ന് കള്ളസത്യം ചെയ്തു. അയാള് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ക്ഷണത്തിൽ തന്നെ ബോധം കെട്ട് മറിഞ്ഞു വീണ് അങ്ങോട്ട് മരിച്ചു. അതിൽ പിന്നെ സത്യം ചെയ്യാനായി അവിടെ ആരും ചെല്ലാറില്ല. കൊല്ലവർഷം 1098 കടത്തനാട്ട് തെക്കിക്കണ്ണമ്പത്ത് നമ്പ്യാരുടെ ഗൃഹത്തിൽ ഒരു വലിയ കവർച്ചയുണ്ടായി. പല ജാതിക്കാരായി 21 മഹാതസ്കരന്മാർ കൂടിയാണ് കളവ് നടത്തിയത്. പണ്ടമായിട്ടും പണമായിട്ടും അനേകായിരം രൂപയുടെ വക അവർ തട്ടിക്കൊണ്ടുപോയി. പോലീസുകാര് പഠിച്ച വിദ്യകളെല്ലാം പ്രയോഗിച്ച് അന്വേഷണം നടത്തിയിട്ടും യാതൊരു തുമ്പും ഉണ്ടായില്ല. അതിനാൽ നമ്പ്യാര് ഈ ഭഗവതിക്ക് ചില വഴിപാടുകൾ നേർന്നു. അതിൻ്റെ ശേഷം അധികം താമസിയാതെ തന്നെ ആ കള്ളന്മാർ മോഷ്ടിച്ചെടുത്ത മുതലുകളെല്ലാം തലയിൽ വെച്ച്
തുള്ളിക്കൊണ്ട് ഭഗവതിയുടെ നടക്കൽ കൊണ്ടുചെന്ന് വച്ച് ക്ഷമായാചനം ചെയ്ത് മടങ്ങിപ്പോയി. ഊരാളന്മാർ നമ്പ്യാരെ വരുത്തി ആ മുതലുകളെല്ലാം ഏൽപ്പിച്ചു കൊടുത്തു. നമ്പ്യാര് മുൻപ് നിശ്ചയിച്ചതിനേക്കാൾ അധികം വഴിപാടുകൾ കഴിച്ച് ഭഗവതിയെ വന്ദിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു. അതുകൂടാണ്ട് പണ്ടൊരിക്കൽ ഗർഭിണിയായ ഒരു സ്ത്രീ ഉച്ചപൂജ സമയത്ത് ക്ഷേത്രത്തിൽ ചെന്ന് ദർശനം കഴിച്ചു പോയി. അന്ന് അസ്തമിക്കുന്നതിന് മുൻപ് ആ സ്ത്രീ അങ്ങോട്ട് മരിച്ചു. ഇതിൻ്റെ കാരണമെന്തെന്നറിയുന്നതിനായി ആ സ്ത്രീയുടെ വീട്ടുകാര് ഒരു പ്രശ്നക്കാരനെ കൊണ്ട് പ്രശ്നം വപ്പിച്ചു നോക്കി. ആ സ്ത്രീയുടെ മരണത്തിനുള്ള കാരണം ഭഗവതിയുടെ കോപമാണെന്ന് പ്രശ്നക്കാരൻ വിധിച്ചു. ഭഗവതിക്ക് ഉച്ചപൂജയ്ക്കുള്ള നിവേദ്യം മദ്യവും മാംസവുമാണല്ലോ പതിവ്. അങ്ങനെ മദ്യം സേവിച്ച് മതിച്ചിരിക്കുന്ന സമയത്ത് ആരായാലും അന്യന്മാർ ചെന്ന് കാണുന്നത് സന്തോഷാവഹമായിരിക്കില്ലല്ലോ. വിശേഷിച്ച് ഒരു സ്ത്രീയായ ഭഗവതി മദ്യപാനം ചെയ്ത് ആഹ്ലാദിച്ചിരിക്കുന്ന സമയത്ത് മറ്റൊരു സ്ത്രീ ചെന്ന് കണ്ടാൽ കോപമുണ്ടാകാതെ ഇരിക്കുവോ? ഇങ്ങനെയാണ് പ്രശ്നക്കാരൻ്റെ യുക്തി. അതൊക്കെ എങ്ങനെയായാലും അതിനെക്കുറിച്ച് ശരിയും തെറ്റും പറയാൻ നമ്മൾ ആളല്ല. എന്നാലും അക്കാലം മുതൽ ഈ ക്ഷേത്രത്തിൽ ഉച്ചപൂജയ്ക്ക് ശേഷം സ്ത്രീകൾ അകത്ത് കടന്ന് ദർശനം കഴിക്കാതെയായി. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇരിക്കണത്. ഇത്രയും പറഞ്ഞുകൊണ്ട് കൊല്ലം വിഷാരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഈ ഐതിഹ്യ കഥ ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തുന്നു. ഈ കഥയും എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.